നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 2024 വയലാർ അവാർഡ് ലഭിച്ച കാട്ടൂർ കടവ് എന്ന നോവൽ എഴുതിയിട്ടുള്ള അശോകൻ ചെരുവിലിൻ്റെ ചരിത്രം എന്ന കഥയാണ്. കഥയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് നമുക്ക് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായിട്ടുള്ള മറ്റ് കഥകളൊന്ന് പരിശോധിക്കാം. ദൈവവിശ്വാസത്തെക്കുറിച്ചൊരു ലഘു ഉപന്യാസം, പരിചിത ഗന്ധങ്ങൾ, ജലജീവിതം, മരിച്ചവരുടെ കടൽ, ഒരു രാത്രിക്ക് ഒരു പകൽ, കഥകളിലെ വീട്, സൂര്യകാന്തികളുടെ നഗരം, കാട്ടൂർ കടവിലെ ക്രൂരകൃത്യം, കങ്കാരു നൃത്തം, അർജന്റീന ഫാൻസ് കാട്ടൂർ കടവ്, ക്ലർക്കുമാരുടെ ജീവിതം, ചതുരവും സ്ത്രീകളും, കടൽക്കരയിലെ വീട് തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ മറ്റ് ശ്രദ്ധേയമായിട്ടുള്ള ചെറുകഥകൾ. ഡോക്ടർ KM ജോർജിൻ്റെ ആധുനിക മലയാള സാഹിത്യ ചരിത്രം പ്രസ്ഥാനങ്ങളിലൂടെ എന്ന കൃതിയിൽ ചെറുകഥയുടെ ഭാഗം കൈകാര്യം ചെയ്തിട്ടുള്ള ഡോക്ടർ ബെഞ്ചമിൻ അശോകൻ ചെരുവിലിനെ കുറിച്ച് അഭിപ്രായപ്പെടുന്നത് ഇങ്ങനെയാണ്: ശരാശരി മനുഷ്യരുടെ സാധാരണ ജീവിതത്തിലെ പ്രതിസന്ധികളും ധർമ്മസങ്കടങ്ങളും ആവിഷ്കരിക്കുന്ന അശോകൻ ചെരുവിലിൻ്റെ കഥകൾക്ക് പൊതുവെ ലളിതമായ ഘടനയാണുള്ളത്. ആർജവമുള്ള അനലങ്കൃതമായ ഭാഷയിൽ സംഭവങ്ങൾ വിവരിച്ചു പോകുന്നു. ബിംബങ്ങൾക്കും പ്രതീകങ്ങൾക്കും അശോകൻ്റെ ആഖ്യാന ശൈലിയിൽ കാര്യമായ പ്രസക്തിയില്ല. ഇനി നമുക്ക് ചരിത്രം എന്ന കഥയിലേക്ക് പ്രവേശിക്കാം. കഥയുടെ ചെറിയൊരു ഭാഗം ആദ്യം വായിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. കാരണം കഥയുടെ ശൈലി, രചനാശൈലി എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാനും അതുപോലെ തന്നെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് ഇതിൽ കടന്നു വരുന്നത് എന്ന് അറിയാനും നമുക്ക് സാധിക്കും. ആരംഭിക്കുന്നത് ചരിത്രത്തെ കൃത്യമായി അടയാളപ്പെടുത്തിക്കൊണ്ടാണ്. കഥ എങ്ങനെയാണ് ആരംഭിക്കുന്നത്? കാലം 1947. മേടമാസത്തിലെ നിലാവുള്ള ഒരു ദിവസം. പഴുവിൽ പള്ളിയുടെ കൃഷിപ്പണിക്കാരായ 2 പേർ അത്താഴമുണ്ട് പുഞ്ചയ്ക്ക് ദേവാനായി പുറപ്പെട്ടു. കോൾപ്പാടത്തിന്റെ നടുവിലുള്ള പുത്തൻ തോടിന്റെ ഒരു വരമ്പിലൂടെ അവർ നടക്കുകയാണ്. നിലാവിൽ ആകാശത്തേക്കാൾ വിസ്മയങ്ങളാണ് പാടത്ത്. വിരുന്നുകാരൻ കൊക്കുകൾ തല ഉയർത്തിപ്പിടിച്ച് വരമ്പുകളിൽ നിൽപ്പുണ്ട്. ഇളം കാറ്റിൽ വിളയാറായ നെല്ലുകൾ മെല്ലെ ഇളകുന്നത് കാണാം. കാറ്റൂതുമ്പോഴുള്ള ചെറിയ ശബ്ദമേയുള്ളൂ, പിന്നെ വല്ലപ്പോഴും തോട്ടിൽ മീൻ ചാടുന്ന ശബ്ദവും. ഏറനാടൻ ചാത്തു ഊണ് കഴിഞ്ഞ് മുറുക്കിയിട്ടാണ് പുറപ്പെട്ടിരിക്കുന്നത്. കുപ്പായമിടാതെ ഒരു തോർത്ത് തോളിലിട്ടിട്ടുണ്ട്. കയ്യാലക്കൽ ലോന തോർത്ത് തലയിൽ കെട്ടിയിരിക്കുന്നു. അവൻ ബീഡി വലിക്കുന്നുണ്ട്. പുലരും മുൻപ് തിരിച്ചു ചെല്ലുമ്പോൾ പെണ്ണിനെ ഒന്ന് ഉണർത്താൻ ചെയ്യേണ്ട ശ്രമത്തെക്കുറിച്ച് അവൻ ചിന്തിച്ചു. വലിയ പാടാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ടുമ്പോൾ മരത്തടി പോലെ അവൾ കിടന്നു ഉരുളും. ഇങ്ങനെയുമുണ്ടോ ഒരു ഉറക്കം? ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. പ്രധാനമായിട്ടുള്ള ആദ്യ ഭാഗത്ത് കടന്നു വരുന്ന 2 കഥാപാത്രങ്ങളാണ് ഏറനാടൻ ചാത്തുവും കയ്യാലക്കൽ ലോന എന്ന കഥാപാത്രവും. നമ്മൾ പറഞ്ഞതുപോലെ അവർ പുഞ്ചയ്ക്ക് ദേവാനായിട്ട് പുറപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ 2 പേരും ഇങ്ങനെ പോകുന്ന സമയത്ത് ചാത്തു നിലത്തിരുന്ന് കണ്ണ് ചിമ്മുമായിരുന്നു. അപ്പം ലോന അവനെ വിളിച്ചുണർത്തി പറയാണ്, ഡാ മാനത്തൊരു മാതിരി വെളിച്ചെന്ന്. അപ്പോൾ ലോനയാണ് ആദ്യമായിട്ട് ആകാശത്തൊരു വെളിച്ചം കാണണം. എന്താ അപ്പം അത്? അവർക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ അവരിങ്ങനെ കുറേ ഇരുന്ന് ആലോചിക്കുകയാണ് എന്നാൽ എന്താണ് എന്ന്. എന്തൊട്ടാ സംഭവം എന്നോ? ഇന്നല്ലേ തൃശ്ശൂർ പൂരം. അപ്പം ചാത്തുവിന് സംഗതി പിടികിട്ടി. വയർനാടൻ ചാത്തു പറയുക, അതെന്താണെന്നറിയോ? അത് ഇന്നാണ് തൃശ്ശൂർ പൂരം, അതിൻ്റെ വെളിച്ചാണിടാ അത് എന്ന്. അയിനി അമിട്ടു പൊട്ടി വിരണ വെളിച്ച ആ കാണണേ, ഈശോ മിശിഹായേ. അവർ 2 പേരും കൂടിയുള്ളൊരു സംഭാഷണമാണ് അവിടെ നടക്കുന്നത്. 2 പേരും പൂർവാധികം ബന്ധം വിട്ട് ആ വെളിച്ചത്തിൽ കാത്തുനിന്നു. ചാത്തുവിൻ്റെ മനസ്സിലാണ് പുതിയൊരു വെളിച്ചം രൂപം കൊണ്ടത്. അവർ ആശയോടെ ലോനയോട് പറഞ്ഞു. അപ്പം ചാത്തുവിൻ്റെ മനസ്സിൽ പുതിയൊരു വെളിച്ചം രൂപം കൊണ്ടുമാണ്, അതായത് പുതിയൊരു ഐഡിയ വന്നു. നമ്മൾ പറയുന്ന പോലത്തെ ഒരു ബൾബ് കത്തി. അങ്ങനെ അവർ ചാത്തു ലോനയോട് പറയുകയാണ്, ഇവിടുന്ന് പള്ളിപ്പുറം പാലയ്ക്ക വഴി നടന്ന 2 നാഴിക കൊണ്ട് തൃശ്ശൂരെത്താം. അപ്പം ചാത്തുവിനൊരു ഐഡിയ വരികയാണ്, നമുക്ക് തൃശ്ശൂർ പൂരം കാണാൻ പോവാം. അപ്പോൾ അതിലേ പോവുകയാണെങ്കിൽ ഈ 2 നാഴിക നടന്ന് ഈ പള്ളിപ്പുറത്തിനപ്പുറത്തേക്ക് കുറച്ച് നടന്നിട്ടുണ്ടെങ്കിൽ തൃശ്ശൂരെത്തി. അതൊവ്വോ? ആര് ചോദിച്ചു? ലോന ചോദിക്കുകയാണ്. പുലർച്ചെ വെടിക്കെട്ടും കണ്ട് മിന്നിയും വെളുക്കുമ്പം പുരയിലെത്താം. അപ്പോൾ എന്താ, വെടിക്കെട്ടൊക്കെ കണ്ടിട്ട് നമുക്ക് വേഗം തിരിച്ചു വരാമെന്ന് ചാത്തു പറയുകയാണ്. അങ്ങനെ അവർ 2 പേരും കൂടി ഇങ്ങനെ പോണോ പോണ്ടേ തീരുമാനിച്ച് അങ്ങനെ അവർ പോവാൻ തീരുമാനിച്ചു. അപ്പോൾ ലോന ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഓലപ്പായിൽ വശം ചെരിഞ്ഞുറങ്ങുന്ന ഭാര്യയായിരുന്നു അവൻ്റെ മനസ്സിൽ. അപ്പം ചാത്തുവിനാണെങ്കിൽ ഒന്നും നഷ്ടപ്പെടാനൊന്നുമില്ല. അവൻ്റെ ഭാര്യ പ്രസവിക്കാൻ വേണ്ടി പോയിട്ടുള്ളതാണ്. കൂട്ടലും കിഴിക്കലൊക്കെ കൂടി നടത്തി അവസാനം അവർ പോവാൻ തീരുമാനിച്ചു. ലോന പോവാൻ തീരുമാനിച്ചു. ലോന പറഞ്ഞു, നമുക്ക് പോവാം. അങ്ങനെ അവർ നമുക്ക് പോവാം, തൃശ്ശൂർ വെടിക്കെട്ടെന്ന് വെച്ചാൽ എന്തുട്ടാ സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ പോവാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പം അങ്ങനെ അവർ പോകുന്നതിനിടയ്ക്ക് ഒരാൾക്ക് വിശക്കുന്നുണ്ട്, ചായ വേണമെന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട്, കണിമംഗലത്തെത്തിയാൽ ചായ കിട്ടും, തീവണ്ടി ഗേറ്റിൻ്റെ അടുത്ത് നമ്പീശൻ്റെ ചായപ്പീടിയിൽ നല്ല ആവി പറക്കുന്ന പുട്ടും കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ പോവാണ്. അപ്പം മറ്റേയാൾ പറയുന്നുണ്ട്, ലോന ചോദിക്കുന്നുണ്ട്, ഇനി എത്ര നടക്കണം?
അപ്പം കുറച്ചും കൂടി ഉള്ളൂ എന്ന് പറയുമ്പം എനിക്കിനി ഒരു അടി നടന്നുവിടാം, ഞാനിവിടെ കിടക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് ലോന ആൽത്തറയിൽ കയറി കിടക്കുകയാണ്. അവർ കിടന്ന് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഒരു ടോർച്ചും വെളിച്ചം അവരുടെ അടുത്തേക്ക് വന്നു. വെളിച്ചം വന്നവരെന്താണ് എന്നിങ്ങനെ കണ്ണു തുറന്ന് നോക്കുമ്പം പട്ടാളക്കാരാണ്. അപ്പം ഒന്നല്ല, ഒരു സംഘം പട്ടാളക്കാർ അവർക്ക് ചുറ്റും കൂടിയിട്ട് അവരെ പിടിച്ചിട്ട് പട്ടാളക്കാരുടെ ക്യാമ്പിലേക്ക് കൊണ്ടുപോവുക ചെയ്യുന്നത്. ചാത്തുവും ലോനയും സ്വപ്നത്തിൽ എന്ന പോലെ എഴുന്നേറ്റ് നിന്ന് അവരങ്ങനെ നടന്നു പോവുകയാണ് പട്ടാളക്കാരുടെ കൂടെ കേട്ടോ. രണ്ടുപേരും സ്വപ്നാടകരെ പോലെ നടന്നു ചെന്നത് ഒരു കളപ്പുരയിലേക്കാണ്. പട്ടാളക്കാർ താമസിക്കാർ ഉപയോഗിക്കുകയായിരുന്നു ആ ഓലമേഞ്ഞ ഷെഡ്. അവിടെ അവർ കുറേ പേർ ഉറങ്ങിക്കിടന്നിരുന്നു. എല്ലാവരും ഉണർന്നു. ഇതാരാ വിരുന്നുകാര്? ഇത് ഈശാൻ നമ്പൂതിരി വേഷം മാറി നടക്കുകയാണ്. ഒരു പട്ടാളക്കാരൻ ചാത്തുവിനെ ചൂണ്ടി പറഞ്ഞു. ഇത് ജോർജ് ചടയമുറി, കഴുത്തിൽ വെന്തീഞ്ഞ കണ്ടില്ലേ? അപ്പം അവർ ആളുമാറി പിടിച്ചു കൊണ്ടുപോയതാണ് സംഭവം. അപ്പം അങ്ങനെ പോയി. പിന്നെ അവർ രണ്ടുപേരും പട്ടാളക്കാർ നന്നായിട്ട് അവരെ ഉപദ്രവിച്ചിട്ടുണ്ട്. രണ്ടുപേരെയും മുഖത്ത് വെള്ളം തെളിച്ച് ഉണർത്തുകയാണ്. അപ്പം നല്ല ഉപദ്രവം കൊണ്ട് അവർ ബോധം കെട്ട് വീഴുന്നുണ്ട്. പട്ടാളക്കാർ അവരെ വെള്ളം തെളിച്ച് എണീപ്പിക്കുന്നുണ്ട്. എന്നിട്ടോ ലോനയോട് ചാത്തുവിൻ്റെ ചെകിടത്തടിക്കാൻ മേധാവി ആവശ്യപ്പെട്ടു. ലോന അടിച്ചു. ചാത്തുവിനോട് തിരിച്ചടിക്കാൻ പറഞ്ഞു. ചാത്തുവും തിരിച്ചടിച്ചു. അങ്ങനെ പട എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ കൊണ്ട് അടുപ്പിക്കുകയാണ്. ശേഷം രണ്ടാളും ബോധം കെട്ട് വീഴുന്നുണ്ട്. 4 ദിവസം അവർ അവിടെ അങ്ങനെ കിടക്കുകയാണ്. പള്ളിയിലെ അച്ഛൻ വിവരം അറിഞ്ഞിട്ട് ഇവരെ വന്ന് പട്ടാളക്കാരോട് കാര്യം പറഞ്ഞ് അവരെ മോചിപ്പിച്ച് കൊണ്ടുപോവുകയാണ്. എന്നാൽ ആ ആഴ്ച തന്നെ ഏറനാടൻ ചാത്തു മരണപ്പെടുന്നുണ്ട്. ലോന ഒരു 6 വർഷം കഴിഞ്ഞിട്ട് മരിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ്? തൃശ്ശൂരിലുള്ള മുളക്കുന്നത്തുകാവ് TB സാനിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ലോന മരിക്കുന്നത്. അപ്പം പാവപ്പെട്ടവർക്കുള്ള ഒരു സാധാരണ മഞ്ചയിൽ കുരിശും പിടിച്ചു കിടന്നിരുന്ന ലോനയുടെ ഈ വക ചരിത്രമൊന്നും ചരമോപചാര പ്രസംഗത്തിൽ പുരോഹിതൻ പറഞ്ഞില്ല. അവിടെ കുടിയിരുന്ന ബന്ധുക്കളും അയൽക്കാരും കണ്ണീരൊഴുക്കിയതല്ലാതെ അതൊന്നും ഓർത്തില്ല. ചെമ്മാപ്പള്ളി സെറാഫിക് കോൺവെൻറ്റിലെ മദർ വന്ന് ഒരു ചെറിയ റീത്ത് അതിനുമേലെ വെച്ചിട്ട് പോയി. അപ്പം അവരെ പട്ടാളക്കാരെ ആളുമാറി പിടിച്ചു കൊണ്ടുപോയിട്ട് തല്ലിയതിൻ്റെ അനന്തരഫലമായിട്ടാണ് ഈ രണ്ടുപേരും ശേഷം അനുഭവിച്ചിട്ടുള്ളത്. ചാത്തു ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ മരണപ്പെട്ടിട്ടുണ്ട്. ലോന 6 വർഷത്തോളം സാനിറ്റോറിയത്തിൽ അസുഖബാധിതനായി കിടന്നിട്ടാണ് മരണപ്പെടുന്നത്. എന്നാൽ ഈ ലോനയുടെ മരണത്തിൽ പോലും ആ ചരിത്രമൊന്നും, ലോനയെ സംബന്ധിച്ചുള്ള ചരിത്രമൊന്നും പരാമർശിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ പിന്നീട് കാലം കടന്നു പോവുകയാണ്. അതിനുള്ള ഉദാഹരണങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഏനമാവ് പെരിങ്ങോട്ടുകര റോഡ് ടാറ് ചെയ്തു. കവലകളിൽ കണ്ണാടി അലമാരകളുള്ള വീടുകൾ നിരന്നു. ടൂറിസ്റ്റ് ടാക്സികൾ വരിയൊപ്പിച്ച് കിടന്നു. പഴയ കള്ളുഷാപ്പുകൾ വഴിവക്കിൽ നിന്നു മാറി. അപ്പം ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ചെറുകഥാകൃത്ത് കഥയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നീട് 1993 മെയ് മാസത്തിൽ നല്ല ചൂട് പിടിച്ച ഒരു പകൽ വീണ്ടും ചരിത്രത്തെ കൃത്യമായി ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. 1993 മെയ് മാസത്തിൽ നല്ല ചൂട് പിടിച്ച ഒരു പകൽ കണ്ടശങ്കടവ് ബാറിലെ പ്രൈവറ്റ് റൂമിലിരുന്ന് 2 യുവാക്കൾ മദ്യപിക്കുകയായിരുന്നു. കൂടെ അവരുടെ ശിങ്കിടികളുമുണ്ട്. ഇവിടെ ഒരു സംഭാഷണം നടക്കുന്നുണ്ട്. അതിങ്ങനെയാണ്. സംഭാഷണം ഇവിടെ വായിക്കാൻ കാരണം ആദ്യകാലത്ത് നിന്നുണ്ടായിട്ടുള്ള മാറ്റമാണ്. സംഭാഷണത്തിലേക്ക് ഭാഷയിലുണ്ടായ മാറ്റം. പ്രോൺസ് ഫ്രൈ ഉണ്ടോടോ? കയ്യാലക്കൽ ഡെന്നി വെയിറ്ററോട് ചോദിച്ചു. ആരാ കയ്യാലക്കൽ ഡെന്നി? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കയ്യാലക്കൽ ലോനയുടെ മകനാണ് കയ്യാലക്കൽ ഡെന്നി. ഉണ്ടെന്ന് പറഞ്ഞാൽ മതിയോ? കൊണ്ടുവാ. കണ്ടശാങ്കടവിലെ ഞണ്ടിറച്ചിയെപ്പറ്റി ഗൾഫിൽ വലിയ സംസാരമാണ്. തൻ്റെ സ്വർണ്ണമാലയിൽ വെറുതെ പിടിച്ചുകൊണ്ട് ഏറനാടൻ ഗിരീഷ് ലാൽ അഭിപ്രായപ്പെട്ടു. അപ്പം ഏറനാടൻ ഗിരീഷ് ലാൽ ആരാ? ഏറനാടൻ ചാത്തുവിൻ്റെ മകനാണ് ഏറനാടൻ ഗിരീഷ് ലാൽ. കയ്യാലക്കൽ ഡെന്നി ആശ്ചര്യപ്പെട്ടു. അവൻ വെയിറ്ററെ തിരിച്ചു വിളിച്ച്, ഓരോ പ്ലേറ്റ് ക്രാബ് കൂടി കൊണ്ടുപോര്. ഇന്നിവനെ എനിക്കൊന്ന് സൽക്കരിക്കണം. ഗിരീഷ് ലാലിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഡെന്നി പറഞ്ഞു. ഇവൻ്റെ അച്ഛനും എൻ്റെ അപ്പനും എങ്ങനാ കഴിഞ്ഞേർന്നറിയോ? അടയും ചക്കരയും പോലെ, ഇലയും കത്തരയും പോലെ. ഒരാളുണ്ടാ മറ്റാൾക്ക് നിറയും. ഗിരീഷ് ലാലിൻ്റെ കണ്ണു നിറഞ്ഞു. അപ്പം അവരുടെ അച്ഛന്മാർ അത്രയും സ്നേഹത്തോടെയാണ് കഴിഞ്ഞിരുന്നത്. ചാത്തു ലോനയും അത്ര സ്നേഹത്തോടെയാണ് കഴിഞ്ഞിരുന്നത്. ആ ഒരു സ്നേഹം മക്കളിലും കാണുകയാണ്. അങ്ങനെ അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേഗം തീർക്കണം, ഇന്ന് തൃശ്ശൂർ പൂരല്ലേ, എനിക്ക് പൂരം ഒന്ന് കാണണം. 5 കൊല്ലമായി ഇവൻ പൂരം കണ്ടിട്ട്, ഗിരീഷ് ലാൽ പറഞ്ഞു. ഇപ്പോൾ പൂരത്തിന് പോയാൽ ഒരു സുഖം ഉണ്ടാവില്ല ഗിരീഷ് ചേട്ടാ, ആകെ തിക്കും തിരക്കും. എവിടെ നിന്നൊക്കെയാ ആൾക്കാർ വരണത്? തൊഴിലഹിതർ വളരെ വിനീതമായി അഭിപ്രായപ്പെട്ടു. ഡെന്നി എല്ലാ ഗ്ലാസ്സിലും മദ്യം കൃത്യമായി അളവിൽ ഒഴിക്കുകയായിരുന്നു. അതൊഴിച്ച് നിർത്തി അവൻ പറഞ്ഞു. ഡെന്നി പറയാണ്, ഇക്കൊല്ലം പൂരത്തിന് ഒരു മനുഷ്യൻ ഉണ്ടാവില്ലടാ, നോക്കിക്കോ. അതെന്താ?
അതെങ്ങനെയാണ്? ഇന്ന് തന്നെയല്ലേ പാവർട്ടി പെരുന്നാൾ, എന്താ അതിൻ്റെ ഒരു കേമത്തം? പെട്ടെന്ന് ചിരി വന്നതുകൊണ്ട് മദ്യം ഗിരീഷ് ലാലിൻ്റെ മൂക്കിൽ കയറി. മൂക്ക് തുടച്ചുകൊണ്ട് അവൻ ചിരിക്കാൻ തുടങ്ങി. എന്തടാ എരപ്പേ ചിരിക്കണത്? പാവർട്ടി പെരുന്നാളിന് 2 ഓലപ്പടക്കാ പൊട്ടണത്. അതുമാത്രം നീ പറയരുത്. പാവർട്ടി പെരുന്നാൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. പിന്നത്തെ. ഡന്നി ആ വാചകം ഒരുക്കൻ തെറിയോടെയാണ് പൂർത്തിയാക്കിയത്. ഗിരീഷ് ലാൽ ചാടി എണീറ്റു. അവനും വിളിച്ചു പറഞ്ഞു മറ്റൊരു തെറി. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മുന്തി. നമ്മൾ ഓർക്കേണ്ടത്, തൊട്ട് മുൻപ് അടയും ചക്കരയുമായിരുന്നു തങ്ങളുടെ അച്ഛന്മാർ എന്ന് പറഞ്ഞ് സ്നേഹത്തോടു കൂടി ഇരുന്ന ആളുകൾ ഒരു ഉത്സവത്തിൻ്റെ പേരിൽ, മതപരമായിട്ടുള്ളൊരു കാര്യത്തിൻ്റെ പേരിൽ വഴക്കടിക്കാൻ തുടങ്ങുകയാണ്. ഒരു പിടി പെരുംജീരകം വാരിയിട്ട് RTI ഓഫീസിലെ ക്ലർക്ക് അതിവേഗം പുറത്ത് കിടക്കുകയാണ്. അയാൾ എന്താ പറയുന്നത്? ഇവിടെ അങ്ങ് നിന്ന് അതിന് കൊലപാതകത്തിന് സാക്ഷി പറയേണ്ടി വരുന്ന എന്നിട്ട് ആളുകളൊക്കെ അവിടുന്ന് പെട്ടെന്ന് പേടിച്ച് മാറാൻ തുടങ്ങി. ഈ ഭാഗത്തെ കഥാകൃത്ത് ആവിഷ്കരിക്കുന്നത് ഇങ്ങനെയാണ്. ചെമ്മീൻ, ഞണ്ട് തുടങ്ങിയ പുഴയോര വിഭവങ്ങൾക്കുമീതെ ചോര വീണു. ചരിത്രത്തിൻ്റെ നിയോഗം പൂർത്തീകരിക്കുന്നതിനായി ചോര കണ്ടശങ്കടവ് പുഴയിലേക്കൊഴുകി. ആരെ ആദ്യം കുത്തി എന്നതോ, ആരാണ് മരിച്ചത്, ആർക്ക് പരിക്കേറ്റു എന്നതോ ചരിത്രത്തിലെ അനിവാര്യമായ വരികളല്ല. ചരിത്രമെന്നാൽ വെറുതെ കുറേ എണ്ണങ്ങളും സ്ഥിതിവിവര കണക്കുകളുമല്ല, മനുഷ്യവംശത്തിൻ്റെ നിരന്തര യാത്രകളാണത്. എന്താണ് ചരിത്രം എന്നതിൻ്റെ ഒരു ഡെഫിനിഷൻ, ഒരു വിശദീകരണം ഇവിടെ കഥാകൃത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്? ചരിത്രമെന്നാൽ വെറുതെ കുറേ എണ്ണങ്ങളും സ്ഥിതിവിവരണ കണക്കുകളുമല്ല, മനുഷ്യവംശത്തിൻ്റെ നിരന്തര യാത്രകളാണത്. പോലീസ് ജീപ്പുകൾ തലങ്ങും വിലങ്ങുകൂടി. കഞ്ഞാണിയിൽ ത്രികോണാകൃതിയിലുള്ള കാവിക്കൊടികളും തോരണവും ഉയർന്നു. കട്ടൗട്ടിൽ രാമൻ ദേഷ്യം പിടിച്ചു നിന്നു. പെരിങ്ങോട്ടുകരയിൽ നബിദിന റാലി കേമമായി. പുത്തൻ പീടികയിലൂടെ കത്തിച്ചു പിടിച്ച മെഴുകുതിരികളുമായി ധ്യാനയാത്ര കടന്നുപോയി. പോട്ട ആശ്രമത്തിലേക്കുള്ള ടൂറിസ്റ്റ് ബസ് പുറപ്പെടാറായി. KP പ്രഭാകരൻ അന്തിക്കാട് സെന്ററിലൂടെ ഇടം വലം നോക്കാതെ പാർട്ടി ഓഫീസിലേക്ക് നടന്നുപോയി. വാളമുക്കിലെ ചായപീടികയിലിരുന്നു ഈശോൻ നമ്പൂതിരി പത്രം വായിച്ചു. അനിൽകുമാറും സുനിൽകുമാറും രമേഷ് കുമാറും ബാലചന്ദ്രനും ജോസും ചന്ദ്രികയുമൊക്കെ പുലർച്ചെ വണ്ടികളിൽ തൃശ്ശൂരിലേക്കും തിരുവനന്തപുരത്തേക്കും യാത്ര ചെയ്തു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് കഥ അവസാനിക്കുന്നത്. അതിൽ കഥാകൃത്ത് പറയുന്നുണ്ട്, എന്താ ചരിത്രം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആർക്ക് പരിക്കേറ്റു, എന്തു പറ്റി എന്നതൊന്നും ചരിത്രത്തെ സംബന്ധിച്ചിട്ട് പ്രധാനമല്ല. ചരിത്രം എന്നാൽ വെറുതെ എണ്ണക്കണക്കുകളൊന്നുമല്ല, മനുഷ്യവംശത്തിൻ്റെ നിരന്തര യാത്രകളായിട്ട് ചരിത്രം മാറിക്കൊണ്ടിരിക്കുകയാണ്.